1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. എടവണ്ണയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. എടവണ്ണ ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച കോൺഫറൻസ് ഹാൾ, കാലാവസ്ഥാ വ്യതിയാന പ്രാദേശിക കർമ്മ പദ്ധതിയുടെ രേഖാപ്രകാശനം, കിഴക്കേ ചാത്തല്ലൂർ കാവിലട്ടി ചോലാറ റോഡ്, പടിഞ്ഞാറെ ചാത്തല്ലൂർ നവോദയ ഗ്രന്ഥാലയം തുടങ്ങിയവയുടെ ഉദ്ഘാടന കർമ്മമാണ് മന്ത്രി നിർവഹിച്ചത്. വിലമതിക്കാനാവാത്ത സംഭാവനകൾ ചെയ്ത സഖാവ് EMSന്റെ നാമകരണം ചെയ്യുകയാണ്. ഹാളിന് EMS മെമ്മോറിയൽ ഹാളെന്ന നാമം ഇടുന്നൊരു ചടങ്ങാണ്. അതോടൊപ്പം തന്നെ ഇന്ന് രാജ്യം ലോകവും അഭിമുഖീകരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം വലിയ തോതിലാണ് നമ്മളെ ബാധിച്ചത്. ലോകത്തിലെ മനുഷ്യരും ജീവികളുമൊക്കെ തന്നെ അവരുടെ ആവാസ വ്യവസ്ഥയെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്ന ഈ പ്രതിഭാസത്തെ മനുഷ്യ സഹജമായ രീതിയിൽ നേരിടാൻ ചെയ്യാവുന്ന പ്രാദേശിക കർമ്മ പരിപാടികൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതുമായി ബന്ധപ്പെട്ട സെമിനാറും ഇവിടെ നടക്കും. എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് അധ്യക്ഷനായി. കാലാവസ്ഥാ വ്യതിയാനം കർമ്മ പദ്ധതി വിശദീകരിച്ച സംസ്ഥാന ജിയോളജിസ്റ്റ് ഡോക്ടർ ശ്രീകുമാർ സംസാരിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രത് വലീദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KT അൻവർ, KP ബാബുരാജ്, ഹംന അലി അക്ബർ, കൃഷി ഓഫീസ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രകാശ് പുത്തൻമഠത്തിൽ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ M ജാഫർ, V അർജുനൻ, VP നാസർ, EA മജീദ്, ഹംസ കിണറ്റിങ്ങൽ, PK മുഹമ്മദ് അലി, കൃഷി ഓഫീസർ K അഞ്ജലി തുടങ്ങിയവർ സംസാരിച്ചു. പടിഞ്ഞാറെ ചാത്തല്ലൂർ നവോദയ ഗ്രന്ഥാലയ ഉദ്ഘാടന ചടങ്ങിൽ PK ബഷീർ MLA അധ്യക്ഷനായി. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ്, വൈസ് പ്രസിഡന്റ് നുസ്രത് വലീദ്, ലൈബ്രറി കൌൺസിൽ ജില്ലാ സെക്രട്ടറി ഡോക്ടർ KK ബാലചന്ദ്രൻ, വാർഡ് മെമ്പർ KT അൻവർ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ലൈബ്രറി ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ലൈബ്രറി നിർമ്മാണത്തിൽ സഹായിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.